ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഞാൻ ശ്രീകല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ജിലേബി തിന്നണമെന്നൊരാഗ്രഹം വന്നു. അങ്ങനെ ശരി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് യൂട്യൂബ് മൊത്തം അരിച്ച് പെറുക്കി എല്ലാം നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ളതെല്ലാം നമ്മൾ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇന്നലെ അരച്ച് വെച്ച ദോശയുടെ മാവ്, ഉപ്പ് ചേർത്തിട്ടില്ല, അത് 1.5 കപ്പ് മാവുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മൂന്ന് കരണ്ടി മൈദ മാവ ചേർത്ത് കൊടുക്കുകയും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത്, ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി മതി കേട്ടോ. നമ്മൾ ദോശമാവിനകത്താണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും എല്ലാവരും മൈദ മാവിനകത്താണ് ഈ ജിലേബി ഉണ്ടാക്കുന്നത്. ശരി, ഇതിൻ്റെ കൂടെ ശകലം വെള്ളം ഒഴിച്ച് ഇത് ഇച്ചിരി ഒന്ന് കട്ടി കുറയ്ക്കണം. ഫുഡ് കളർ, യെല്ലോ കളർ, റെഡ് കളറൊക്കെ ചേർക്കാം. പക്ഷേ നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഫുഡ് കളറൊന്നുമില്ല. ശരി, ആവശ്യം വീട്ടിലിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക. മഞ്ഞൾപ്പൊടി കുറച്ച് സോഡ ഉപ്പ്, ഇതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ദോശമാവിൻ്റെ രീതിയിലാക്കിയിട്ട് നമുക്ക് ഇവനെ ജിലേബി ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് റെഡിയാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. മുന്നേ ഉള്ള വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. പോയി ചെക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, അപ്പം നമ്മുടെ മാവിനെ റെഡിയാക്കിയപ്പോൾ അവനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കണം. കുറച്ച് പഞ്ചസാര, 1 കപ്പ് അളവാണ് ഞാൻ സ്പൂണിനാണ് കോരിയിടുന്നത്. 1 കപ്പ് പഞ്ചസാരയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളവനെ ചൂടാക്കാൻ വയ്ക്കാം. ചൂടാക്കി മെൽറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് സിറപ്പ് റെഡിയായിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റായിട്ട് കളറിന് ഫുഡ് കളർ വേണം ചേർക്കാൻ. പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് മഞ്ഞ കളർ വരും. അങ്ങനെ അവനെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് എണ്ണയെല്ലാം ഫസ്റ്റ് ഇവനെ അങ്ങ് റെഡിയാക്കി ഓരോ സൈഡിലോട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ റെഡിയാക്കുക. ഇത് നമ്മൾ നല്ല രീതിയിൽ തിളച്ച് കയ്യിലൊട്ടുമല്ലോ, ആ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഇവനെ ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ജിലേബി ചെയ്യാമെന്ന് ട്രൈ ചെയ്യുന്നത്. പലഹാരങ്ങൾ ഒരുവിധമൊക്കെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ ജിലേബി ഫസ്റ്റ് ടൈമാണ്. എന്തുവായാലും നമ്മുടെ നേരം നല്ല നേരമാണോ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണോ എന്നറിയത്തില്ല, സംഭവം കൊള്ളായിരുന്നു കേട്ടോ. കളറ് ഓക്കെ, മഞ്ഞ കളർ ജിലേബി, കുഞ്ഞൻ ജിലേബി ഉണ്ടല്ലോ, മിനി ജിലേബി, നമുക്ക് ഇവിടെയൊക്കെ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും നല്ല. അങ്ങനെ ഇതിനെ നമ്മളൊരു കവർ കിട്ടാഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തത് സൺഫ്ലവർ ഓയിലിൻ്റെ കവർ എടുത്ത് അതിൻ്റെ മൂല ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ മാവ് നിറച്ചാണ് ഉപയോഗിക്കുന്നത്. വേറെ വഴിയില്ല. ഇതിനൊക്കെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്തത്. എന്തിനാ കള്ളം പറയുന്നത്, നമ്മൾ കാര്യങ്ങളൊക്കെ അറിയണ്ട. അങ്ങനെ ഇവനെ നല്ല രീതിയിൽ തിരിച്ചും മറിച്ചിട്ട് ചുട്ടിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ആ സിറപ്പ് വെച്ചേക്കുന്നില്ല, ഈ ചൂടോടെ തന്നെ അതിനകത്തോട്ട് തന്നെ ഇട്ട് അവിടെ ഇട്ട് അവനെ തിരിച്ചും മറിച്ചും ഇട്ട് കുളിപ്പിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ജിലേബി ഫൈൻ ജിലേബിയാവും. ഒരു ശകലം മുറുക്ക് കണക്ക് ഷേപ്പോട്ടൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, തിന്നുമ്പോൾ നല്ല ജിലേബി തന്നെ കറക്റ്റായിട്ട് കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് തന്നെ അതിശയമായിപ്പോയി. അപ്പോൾ ഇവനെ അങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ട് കുളിപ്പിച്ചിട്ട് ബാലൻസ് ഇരിക്കുന്ന മാവ് വെച്ച് നമ്മൾ ഇനി ബാക്കിയുള്ള ജിലേബിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഇവനെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് കണ്ടോ. പഞ്ചസാരയുടെ തിളക്കം കണ്ടോ, ജിലേബിയിൽ തിളക്കം കാണുമല്ലോ, നല്ല അങ്ങോട്ട് നമ്മൾ വയലോട്ടേക്ക് പഞ്ഞി കണക്ക് അമിങ്ങി പോകുന്ന കണക്കുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കുറച്ച് ഷേപ്പ് ഔട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഓക്കെ, സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തായാലും എൻ്റെ ആദ്യത്തെ ഉദ്യമം സക്സസ് ആയതിൽ ഭയങ്കര സന്തോഷം. ഇനി ഇടയ്ക്കിടയ്ക്ക് ജിലേബി ട്രൈ ചെയ്യണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. വാങ്ങിക്കേണ്ടല്ലോ കടയിൽ, നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ കുഞ്ഞൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു ഫ്രണ്ട്സ്.